എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ബേക്കറി സ്റ്റൈലിൽ വട്ടയപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. രണ്ട് ഗ്ലാസ് പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് ഒരു 4 മണിക്കൂർ നേരം കുതിർത്താനായിട്ട് വെക്കണം. ഞാനിത് കുതിർത്ത് വെച്ച പച്ചരിയാണ്. ഇതേ അളവിൽ തന്നെ ചെരുകിയ തേങ്ങ, 2 ഗ്ലാസ് പച്ചരിക്ക് 2 ഗ്ലാസ് ചെരുകിയ തേങ്ങ, 1 ഗ്ലാസ് വെളുത്ത അവൽ. അപ്പം നമ്മൾ എല്ലാം ഒരേ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ എടുക്കുക. അവൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. അതുകൊണ്ട് നമ്മൾ അരക്കണതിന് മുമ്പ് തന്നെ ഒന്ന് കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ് മതി അവൽ കുതിർന്ന് കിട്ടും. ചിലർ പറയും അവൽ കഴുകേണ്ട ആവശ്യമില്ല, പക്ഷെ നമ്മൾ കഴുകി നോക്കുമ്പോൾ അറിയാം കുറച്ചൊക്കെ അഴുക്കൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ 2 ട്രിപ്പായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം 1 ഗ്ലാസ് പച്ചരി, പിന്നെ 1 ഗ്ലാസ് തേങ്ങ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് അരയ്ക്കേണ്ട, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്ത ട്രിപ്പ് അരച്ചെടുക്കാം. അപ്പോൾ അതേപോലെ തന്നെ 1 ഗ്ലാസ് പച്ചരി, 1 ഗ്ലാസ് തേങ്ങ, കൂടെ തന്നെ നമ്മൾ കുതിർത്ത് വെച്ച അവലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര. അപ്പോൾ ഞാനിതൊരു 3/4 ഗ്ലാസ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു മീഡിയം മധുരം ഉണ്ടാവുള്ളൂ. നമ്മൾ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ വെള്ളം ഒഴിക്കേണ്ട, ഒന്ന് അരച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ വെള്ളമൊന്നും ഒഴിക്കാണ്ട് തന്നെ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടെ ഇതോടെ ചേർത്ത് കൊടുക്കാം. മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം. മാവ് തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം മാവിൻ്റെ അളവ് കറക്റ്റാണ്. ഇനി ഇതിലേക്ക് മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിത് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ്. ഏലക്ക പൊടിച്ചത് ചേർക്കുമ്പോൾ കുറച്ച് മാവിലൊന്ന് മിക്സ് ആക്കിയിട്ട് എല്ലാം കൂടെ ഇളക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഏലക്കപ്പൊടി അവിടെ ഇവിടെയൊക്കെ ഒന്ന് കട്ടയായിട്ട് കിടക്കും. നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്ക് നന്നായിട്ട് പൊന്തി വരും. ഇപ്പോൾ 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. മാവ് നന്നായിട്ട് പാത്രം നിറച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് പൊന്തി വന്നതിന് ശേഷമേ നമ്മൾ അപ്പം ഉണ്ടാക്കാൻ പാടുള്ളൂ. മാവ് നന്നായിട്ട് പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. പതുക്കേനെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കി തുടങ്ങാം. നെയ്യ് തടവി വെച്ചിരിക്കണ പ്ലേറ്റിലേക്ക് ഒരു 1/2 പ്ലേറ്റൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ പ്ലേറ്റ് വെക്കുമ്പോൾ ശരിയാണ്ട് വെക്കണം. അപ്പോഴാണ് അപ്പം ശരിക്കും കറക്റ്റ് ഒരേപോലെ വരുള്ളൂ. വേവാനായിട്ട് 20 മിനിറ്റൊക്കെ മതിയാവും. ഇപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് വേണമെങ്കിൽ ഒന്നിങ്ങനെ കുത്തി നോക്കാം. വട്ടയപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് പുറത്തേക്ക് എടുക്കാം. വട്ടയപ്പം വേഗം തണുത്ത് കിട്ടാനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ റാക്കുമ്മ വെച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇത് പെട്ടെന്ന് തന്നെ വിട്ട് വരും. കാരണം നമ്മൾ നെയ്യ് തടവി വെച്ചേക്കണാനും കൊണ്ട് വെറുതെ സൈഡൊന്ന് വിട്ട് കൊടുത്താൽ മതി. നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും.
നല്ല സോഫ്റ്റ് വട്ടയപ്പമാണ്. ഇതുപോലെ നമുക്ക് മടക്കാം, ചുരുട്ടാം. നല്ല പഞ്ഞി പോലെയുണ്ട്. കളറും കണ്ട നല്ല വെള്ളയായിട്ടുണ്ട്. നമ്മൾ വട്ടയപ്പത്തിന് തേങ്ങ ചേർക്കുമ്പോൾ ആ വെള്ള ഭാഗം മാത്രം ചേർത്താൽ മതി. അപ്പോഴാണ് ഇതേപോലെ നല്ല വെള്ള കളറിൽ കിട്ടുള്ളൂ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.